അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ഖീല ലഹു ഇത്തഖില്ലാഹ അഖദത്ഹുൽ ഇസ്സത്തു ബിൽ ഇസ്മി ഫഹസ്ബുഹു ജഹന്നം വലബിഇസൽ മിഹാദ്. സദഖല്ലാഹുൽ അലിയുൽ അലീം. ഹജ്ജിൻ്റെ കാര്യം പറയുമ്പോൾ അള്ളാഹു രണ്ട് തരത്തിലുള്ള ആളുകളെക്കുറിച്ച് പറയുന്നു. ഒന്ന്, റബ്ബന ആതിന ഫിദ്ദുന്യ, ഞങ്ങൾക്ക് ദുനിയാവിൽ നൽകണേ എന്ന് പറയുന്ന ആളുകൾ. രണ്ടാമത്തത്, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ നൽകണേ. വമിൻഹും മയ്യഖൂലു റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ രക്ഷിക്കണേ എന്ന് പറയുന്ന ആളുകൾ. മുനാഫിക്കുകളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. മുനാഫിക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ ദുനിയാവിലെ കാര്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നവരാണ്. പരലോകത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ചിന്തയില്ലാത്തവരാണ്. അവരുടെ ദുനിയാവിനെക്കുറിച്ചുള്ള സംസാരം എന്നെ അത്ഭുതപ്പെടുത്തും. ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. അമിനന്നാസി മൻ യുഅ്ജിബുക ഖൗലുഹു, ജനങ്ങളിൽ ഒരുത്തനുണ്ട്, അവൻ്റെ സംസാരം നിന്നെ അത്ഭുതപ്പെടുത്തും. ഫിൽ ഹയാത്തി ദുന്യ, ദുനിയാവിനെക്കുറിച്ചുള്ള അവൻ്റെ സംസാരം. അവൻ്റെ സംസാരത്തിന് അവൻ അള്ളാഹുവെ സാക്ഷി നിർത്തി പറയും. അവൻ വലിയ കുതർക്കിയാണ്, കഠിന വൈര്യമുള്ളവനാണ്. അവന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവന് അധികാരം കിട്ടിക്കഴിഞ്ഞാലൊക്കെ ഭൂമിയിൽ പരിശ്രമം നടത്തുന്നത്, ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് ഫസാദാണ്. അവിടെ ജനങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ കൃഷിയും കാലികളും ഒക്കെ നശിക്കുന്നു. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല. ഇതിനു ശേഷമാണ് വൈദാ ഖീല ലഹുത്തഖില്ല എന്ന ആയത്ത്, 206-ാമത്തെ ആയത്ത്. അവനോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവെ സൂക്ഷിക്കുക, തഖ്വ കൈക്കൊള്ളാൻ പറയപ്പെട്ട് കഴിഞ്ഞാൽ. ഹജ്ജിലുടനീളം വേണ്ടത് തഖ്വയാണ്. ഒരുപാട് സ്ഥലത്ത് തഖ്വയെ പരാമർശിച്ചു. തഖ്വ ഉണ്ടാകണം, തഖ്വ ചെയ്യൂ, അള്ളാഹുവിന് തഖ്വ ഉള്ളവനാകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖദത്തുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മി, അവനെ ഇസ്സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അഭിമാനബോധം അല്ലെങ്കിൽ ദുരഭിമാനം, പാപത്താൽ ഉള്ള ദുരഭിമാനം അവനെ പിടികൂടും. അവനോടങ്ങനെ പറയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. മുനാഫിക്കുകളിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് അഖ്നസ് ബിനു ശരീഖ് സഖഫി എന്ന് തഫ്സീറുകളിൽ കാണാം. ഇബ്നു അഷൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, വഖീല ഉരീദ ബിഹി അൽ അഖ്നസ് ബിനു ശരീഖ് സഖഫി. ഇവിടെ പറയപ്പെടുന്നുണ്ട് അഖ്നസ് ബിനു ശരീഖ് സഖഫിയെക്കുറിച്ചാണ് ഈ സൂക്തം പറയുന്നത് എന്ന്. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ചില സൂക്തങ്ങളിൽ ഒരു പ്രത്യേക വ്യക്തിയെ പരാമർശിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യങ്ങൾ പറയുന്ന ഒരു രീതി, ഒരു ശൈലി പരിശുദ്ധ ഖുർആനിനുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറയിൽ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല എന്ന് പറയുന്നത് അബൂജഹലിനെ കുറിച്ചാണ് എന്നാണ് വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. അറഅയ്തല്ലദീ യൻഹാ, തടഞ്ഞവനെ നീ കണ്ടില്ലേ. അബ്ദൻ ഇദാ സ്വല്ല, അബ്ദ് എൻ്റെ ഒരു അടിമ നിസ്കരിക്കുമ്പോൾ തടഞ്ഞവനെ. അബൂജഹൽ തടയാൻ പോയതാണ്. അപ്പോൾ അബൂജഹലിനെ കുറിച്ചാണ് ആ സൂക്തം പറയുന്നത് എന്നതാണ് വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. അങ്ങനെ പല സൂക്തങ്ങളുമുണ്ട് ഒരു പ്രത്യേക വ്യക്തി പറയുന്നതായിട്ടും, അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ സ്വഭാവത്തെയോ വ്യക്തിയുടെ എന്തെങ്കിലും ഒരു കാര്യത്തെയോ കുറിച്ച് പറയുന്ന സൂക്തങ്ങളുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഒന്നുകിൽ ആ പാഠം എല്ലാവർക്കും പ്രയോജനകരമായതുകൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം വലിയൊരു സംഗതിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയതുകൊണ്ടോ ഒക്കെ ആകാം. ഇവിടെ മുനാഫിക്കുകളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് ഒരു പ്രത്യേക വ്യക്തി എടുത്ത് പറയുകയാണ് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. അഖ്നസ് ബിനു ശരീഖ് സഖഫി എന്ന വ്യക്തിയെ. അദ്ദേഹത്തിൻ്റെ സംസാരമാണ് വളരെ കൗതുകരമായ സംസാരം. അങ്ങനെ പ്രവാചകനോട് അള്ളാഹു പറയുന്നു, അദ്ദേഹത്തിൻ്റെ സംസാരം എനിക്ക് വളരെ കൗതുകരമായിരിക്കും, പക്ഷേ അദ്ദേഹം കഠിന വൈര്യമുള്ളവനാണ്. പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഫസാദ് ഉണ്ടാക്കുന്നവനാണ്. തഖ്വ കൈക്കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഖദത്തുഹുൽ ഇസ്സ,
ദുരഭിമാനം അവൻ്റെ ബിൽ ഇസ്മ് പാപത്താൽ അവനെ പിടിച്ചു നിർത്തും. അഖദത്തുഹുൽ അവനെ പിടിച്ചു നിർത്തും ദുരഭിമാനം. അവന് തഖ്വയുള്ളവനാകാൻ കഴിയില്ല. എന്നിട്ട് അള്ളാഹു അവനെക്കുറിച്ച് പറയുന്നു, ഫഹസ്ബുഹു ജഹന്നം, അവന് നരകം തന്നെ മതി. അവന് ദുനിയാവിൽ ഏതു വിധേനയും ജീവിക്കട്ടെ, അവന് ഇതിനുള്ള പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ചെയ്തികൾക്കുള്ള ശിക്ഷയായിട്ട് നരകം ഇനഫാണ്. വലബീസൽ മിഹാദ്, എത്ര മോശമായ സങ്കേതമാണ്, അല്ലെങ്കിൽ കിടക്കുന്ന മിഹാദ് മെത്തയാണ്, എത്ര മോശമായ മെത്തയാണ് നരകം. മുനാഫിക്കുകളായ ആളുകൾ ദുനിയാവ് മാത്രം ആഗ്രഹിക്കുന്നവരാണ്, തഖ്വ കൈക്കൊള്ളാൻ കൂട്ടാക്കാത്തവരാണ്, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം നീങ്ങുന്നവരാണ്, സുഖലോലുപത ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അമിനന്നാസി മയശിരി നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ല. അടുത്ത ആയത്തിൽ ജനങ്ങളിൽ സ്വന്തം നഫ്സിനെ വിറ്റവരുണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി. അള്ളാഹുവിൻ്റെ പ്രീതി തേടിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം തേടിക്കൊണ്ട് സ്വന്തം നഫ്സിനെ തന്നെ വിൽക്കുന്നു. അങ്ങനെ വേറെ ചില ആളുകളുമുണ്ട്. അള്ളാഹു അങ്ങനത്തെ അവൻ്റെ ദാസന്മാരോട്, അവൻ്റെ അബ്ദുകളോട് വളരെയധികം അത്യധികം ദയയുള്ളവനാണ് എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു റഊഫും ബിൽ ഇബാദ്, അവൻ്റെ അബ്ദുകളോട്, സ്വന്തം നഫ്സിനെ വിറ്റ അബ്ദുകളോട് അവൻ വളരെയധികം ദയയുള്ളവനാണ്. എന്നിട്ട് അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചാണ് പറയുന്നത്. ഇവിടെ വിശ്വസിച്ചവരെ എന്ന് വിളിച്ച് പറഞ്ഞത് ഏത് തരം വിശ്വാസികളെക്കുറിച്ചാണ് എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. കാരണം അങ്ങനെ വിളിച്ചതിന് ശേഷം പിന്നെ പറയുന്നത് ഉദ്ഖുലു ഫിസ്സിൽമി കാഫ എന്നുള്ളതാണ്. നിങ്ങൾ സിൽമിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കണം, നിങ്ങൾ സമർപ്പണത്തിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കണം. ഇങ്ങനെ സമർപ്പണത്തിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കാൻ വേണ്ടി വിശ്വാസികളെ വിളിച്ച് പറയേണ്ടതിൻ്റെ കാര്യം എന്താണ്? കാരണം വിശ്വാസികൾ ഓൾറെഡി അള്ളാഹുവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നവരല്ലേ എന്ന ഒരു കാരണം കൊണ്ട് ഇവിടെ ഏത് തരത്തിലുള്ള വിശ്വാസികളെയാണ്? ഇവിടെ ഈസയിലും മൂസയിലും വിശ്വസിച്ചവരെയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ അത് ഈ സന്ദർഭവുമായിട്ട് തീരെ യോജിക്കുന്ന ഒരു വ്യാഖ്യാനമല്ല. രണ്ടാമത്തത് യഥാർത്ഥ മുഅ്മിനുകളെ തന്നെ വിളിച്ച് പറഞ്ഞതാണ്, അവരോട് പൂർണ്ണമായിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ സമർപ്പണത്തിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞതാണ് എന്ന് പറയുന്നു. മൂന്നാമത്തൊരു വ്യാഖ്യാനം, ഇവിടെ അത്ര ദൃഢവിശ്വാസമില്ലാത്ത, നിഫാക്കോടുകൂടെ വിശ്വസിക്കുന്ന മുനാഫിക്കുകളുടെ സ്വാധീന വലയത്തിലുള്ള മുനാഫിക്കുകൾ ഉൾപ്പെടെ അവരുടെ കൂടെയുള്ള ഒരുപാട് അധികം ആളുകൾ പ്രവാചകൻ്റെ കൂടെ ചേർന്ന ഒരു സമയമാണ്. അപ്പോൾ അത്തരം ആളുകളെക്കുറിച്ചാണ്, വിശ്വാസികളാണ്, വിശ്വാസികളോടൊപ്പമുള്ളവരാണ്, അവരെ വിളിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നു. മൂന്നാമതൊരു വ്യാഖ്യാനം അങ്ങനെയാണ്. കൂടുതൽ സന്ദർഭത്തിന് യോജിക്കുന്നതും അതാണ്. കാരണം അള്ളാഹു അങ്ങനെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തിൽ പ്രവേശിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത ആയത്തിൽ പറയുന്നതൊക്കെ, പിന്നീടുള്ള ആയത്തുകളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ദൃഢവിശ്വാസം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചാണ്. ഇവിടെ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ സമർപ്പണത്തിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ഷെയ്ത്വാൻ, ഷെയ്ത്വാൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായിട്ടും അവൻ നിങ്ങൾക്ക് പ്ലെയിനായിട്ടുള്ള ഒരു ശത്രുവാണ്. എന്നിട്ട് പറയുന്നു, ഫൈൻ സലൽത്തും മിൻ ബഅദി മാ ജാഅത്തുകുമുൽ ബയ്യിനാത്ത്, നിങ്ങൾ വ്യതിചലിച്ചു കഴിഞ്ഞാൽ എന്തിനു ശേഷം വ്യക്തമായ ബയ്യിനാത്ത്, സുവ്യക്തമായ കാര്യങ്ങൾ, നിങ്ങൾക്ക് വ്യക്തമായ അധ്യാപനങ്ങൾ വന്നു കിട്ടിയതിന് ശേഷവും ആ അധ്യാപനങ്ങളൊന്നും പിൻപറ്റാതെ നിങ്ങൾ വേറെ എന്തിനെങ്കിലും പിൻപറ്റി, പിശാചിൻ്റെ കാൽപ്പാടുകളൊക്കെ പിൻപറ്റി നിങ്ങൾ വ്യതിചലിച്ച് പോവുകയാണെങ്കിൽ ഫഅലമു, അറിയുക, അന്നല്ലാഹ അസീസുൻ ഹക്കീം, അള്ളാഹു അസീസാണ്, മൈറ്റിയാണ്, ഹക്കീമാണ്, വൈസാണ്, വളരെ
വിസ്ഡമുള്ള ആളാണ് അള്ളാഹു, വളരെ മൈറ്റിയായ ആളുമാണ് അള്ളാഹു. നിങ്ങൾ വ്യതിചലിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക. വിശ്വാസം ദൃഢമായിട്ടില്ലാത്ത ആളുകളെ വഴിതെറ്റിക്കുന്നത് പ്രധാനമായും യഹൂദരാണ് എന്ന് മുമ്പേ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഓപ്പണായിട്ടുള്ള കപടവിശ്വാസികൾ യഹൂദരാണ്. അവരുടെ അലയൻസിൽപ്പെട്ട ആളുകളുമാണ് മുനാഫിക്കുകളായിട്ട് മദീനയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് അവർ പ്രതീക്ഷിക്കുകയാണോ, അവർ വെയിറ്റ് ചെയ്യുകയാണോ? ഹൽ യൻദുറൂന ഇല്ലാ അൻ യഅ്തിയഹുമുല്ലാഹു ഫീ ളുലലിൻ മിനൽ ഗമാം. അള്ളാഹു ളുലലും മിനൽ ഗമാം, മേഘത്തിൻ്റെ തണലിൽ, മേഘത്തിൻ്റെ മേലാപ്പിൽ അള്ളാഹു വരുമെന്ന്, അവരുടെ അടുത്ത് വന്ന്, അതുപോലെ മലക്കുകളും വൽ മലായിക്ക, അള്ളാഹുവും മലക്കുകളും വന്ന് കാര്യങ്ങൾ തീരുമാനിക്കും എന്നവർ കാത്തു നിൽക്കുകയാണോ? ഹൽ യൻദുറൂന ഇല്ലാ അൻ യഅ്തിയഹുമുല്ലാഹു ഫീ ളുലലിൻ മിനൽ ഗമാമി വൽ മലായിക്കത്തു വഖുളിയൽ അംറു. എന്നിട്ട് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യും എന്നതാണോ അവർ കാത്തു നിൽക്കുന്നത്? അള്ളാഹു പറയുന്നു, കാര്യങ്ങളൊക്കെ അവനിലേക്കാണ് മടക്കപ്പെടുന്നത്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ, അവനിലേക്കാണ്, അള്ളാഹുവിലേക്കാണ് കാര്യങ്ങളൊക്കെ മടക്കപ്പെടുന്നത്. മേഘമേലാപ്പിൽ അള്ളാഹു വരിക എന്നത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദഗ്രന്ഥമായ തോറയിലും അതുപോലെ സാംസിലും, സബൂർ എന്ന് നമ്മൾ വിളിക്കുന്ന സബൂറിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന സങ്കീർത്തനങ്ങളിലും മേഘസ്തംഭത്തിൽ യഹോവ പ്രത്യക്ഷപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അത് തോറയിലും അതേപോലെ സങ്കീർത്തനത്തിലും നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 21-ാം വചനം, അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നു. ഇത് തന്നെ സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും മാറി മാറി പറയുന്നുണ്ട്. സംഖ്യാപുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൽ പറയുന്നത്, യഹോവയായ നിന്നെ ഇവർ കണ്ണാലെ കാണുകയും നിന്റെ മേഘം ഇവർക്ക് മീതെ നിൽക്കുകയും പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നീ ഇവർക്ക് മുമ്പായി നടക്കുകയും ചെയ്യുന്നുവല്ലോ. ആവർത്തന പുസ്തകത്തിൽ അതേ കാര്യം പറയുന്നത്, പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവ. സങ്കീർത്തനത്തിൽ മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു, അവർ അവൻ്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു എന്ന് വ്യക്തമായി പറയുന്നു. ഇങ്ങനെ മേഘസ്തംഭത്തിൽ യഹോവ പ്രത്യക്ഷപ്പെടുകയും അവർക്ക് വഴി കാണിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ തോറയും സങ്കീർത്തന പുസ്തകവും പരാമർശിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന മാത്രയിൽ ഒരു യഹൂദനും യഹൂദ അധ്യാപനങ്ങൾ അറിയുന്ന ആൾക്കും കൃത്യമായിട്ടറിയാം വ്യംഗ്യമായിട്ട് അവരെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. അവർ പ്രതീക്ഷിക്കുകയാണോ അള്ളാഹുവും മലക്കുകളും മേഘത്തിൽ വന്ന്, മേഘമേലാപ്പിൽ വന്ന് കാര്യങ്ങൾ തീരുമാനിക്കും എന്നത്? എന്നാൽ കാര്യങ്ങളൊക്കെ അവനിലേക്ക് മടക്കപ്പെടുന്നതാണ്. അഥവാ അവനിൽ നിന്നാണ് എല്ലാ കാര്യത്തിൻ്റെയും തീരുമാനം ഉണ്ടാകുന്നത്. അവനിങ്ങനെ മേഘത്തിൽ വന്ന് വഴി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത ആയത്തിൽ ഒന്നുകൂടെ വ്യക്തമാക്കുന്നു, ചോദിക്കുക, ബനി ഇസ്രായേലിനോട് ചോദിക്കുക, കമ്മാത്തൈനാഹും മിൻ ആയത്തിൻ ബയ്യിന, എത്ര വ്യക്തമായ ആയത്തുകൾ അവർക്ക് വന്നു കിട്ടിയതാണ്. അവരോട് ചോദിച്ചു നോക്കുക, എത്ര ആയത്തുകളാണ് നൽകിയിട്ടുള്ളത്, അവർക്ക് നൽകിയിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, അമൻ യുബദ്ദിൽ നിഅമത്തല്ലാഹി മിൻ ബഅദി മാ ജാഅതുഹു ഫ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അള്ളാഹുവിൻ്റെ നിഅമത്ത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം വന്നതിന് ശേഷം, ലഭിച്ചതിന് ശേഷം അതിനെ മാറ്റുന്നവൻ, അതിന് വിപരീതം പ്രവർത്തിക്കുകയാണെങ്കിൽ, അതിനെ മാറ്റിയിട്ട്, അമൻ യുബദ്ദിൽ, അതിന് വിപരീതമായിട്ട് അല്ലെങ്കിൽ അതിന് ബദലായിട്ട് അതിനെ മാറ്റിയിട്ട് ആ നിഅമത്തിന് എതിരായിട്ട് ചെയ്യുകയാണെങ്കിൽ അറിയുക, ഫ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ അനേകം നിഅമത്തുകൾ വന്നു കിട്ടിയിട്ട് ആ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നതിന് പകരം അതിനെ തള്ളുകയും ആ നിഅമത്തിന് അള്ളാഹു പ്രവാചകൻ മുഖേന നൽകിയ നിഅമത്തും പ്രവാചകൻ നിലനിൽക്കുമ്പോൾ അള്ളാഹു നൽകിയ നിഅമത്തുകളൊക്കെ മുമ്പ് ബനൂ ഇസ്രായേലിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഏറ്റവും വലിയ നിഅമത്താണ് അവർക്ക് വഴി കാണിച്ചുകൊണ്ട് വേദഗ്രന്ഥം ഇറങ്ങുന്നതും പ്രവാചകൻ ഉണ്ടാകുന്നതും ഒക്കെ വലിയ നിഅമത്താണ്. അതേപോലെ അനേകം അനുഗ്രഹങ്ങളൊക്കെ തന്ന് ആ അനുഗ്രഹങ്ങളെ അംഗീകരിച്ച് റെക്കഗ്നൈസ് ചെയ്ത് അതിന് ശുക്ർ ചെയ്യുന്നതിന് പകരം കുഫറാണ് ചെയ്യുന്നതെങ്കിൽ ഫ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായിട്ട് ശിക്ഷിക്കുന്നതാണ്. ഇതിന് ബനൂ ഇസ്രായേലിൻ്റെ ചരിത്രം തന്നെ സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് ബനൂ ഇസ്രായേലിനോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞത്, എത്ര ആയത്തുകൾ വന്നതാണ്, എന്നിട്ടെന്താണ് സംഭവിച്ചത് എന്ന്. അതുകൊണ്ട്
അള്ളാഹു മേഘമേലാപ്പിൽ വന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരിക, അതാണോ നിങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നത്? പ്രവാചകൻ വന്ന് സുവ്യക്തമായ എല്ലാ കാര്യങ്ങളും സുവ്യക്തമാക്കി തന്നിട്ടുണ്ട്, വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും വ്യതിചലിക്കുകയാണെങ്കിൽ അള്ളാഹു അസീസുൻ ഹക്കീമാണെന്ന് നിങ്ങൾ അറിയണം. ഇവിടെ അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ വിട്ട് നിഅമത്തിന് വിപരീതമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അള്ളാഹു ഷദീദായിട്ട്, വളരെ കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനാണ്. ബാക്കി വരുന്ന ആയത്തുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.